ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും. ഇത് നമ്മുടെ രമേശൻ ചെയ്യുന്നൊരു വർക്കാണ്. നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ഓക്കെ, ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പൊ വൈറലാക്കി തരാൻ നമുക്ക് എവിടെ മനസ്സിലാണ്. ഞാൻ പോസ്റ്റ് ചെയ്തടാ, കണ്ണു തുറന്ന് നോക്ക്, നോക്ക്. എവിടെ സുലൈമാൻക്ക ഇതിലുണ്ട് വ്യൂവേഴ്സ്, ലൈക്കും ഇല്ല കമന്റും ഇല്ല. ഇന്നപ്പം ശരിയാക്കിയരാ, 1 മണിക്കൂർ ഈ സുലൈമാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചുതരാം ഞാൻ. എനിക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഹലോ, നമ്മളെ ഗ്രൂപ്പിലെ ഒരു വീഡിയോ ഇട്ടുണ്ട്, ആ ലിങ്ക് ഒന്ന് കാണിട്ടാ. ഇല്ലടാ, ഞാൻ ഗ്രൂപ്പിൽ നോക്കിയില്ല, ഞാൻ നോക്കിയിട്ട് ലൈക്ക് അടിക്കട്ടാ. സുലൈമാനെ പറയും, ആ ഗ്രൂപ്പിന്റെ വീഡിയോ അല്ലേ? ഞാൻ കണ്ടു ലൈക്ക് അടിക്കല്ലേ? ഓക്കെടാ, അടിക്കാം. ഹലോ, ഈ ഇവിടെ ഒന്നും പറയണ്ട, ഞാൻ കണ്ടു വീഡിയോന്റെ അവസാനം കൊളാക്കി. ആ പണിക്കാരന്റെ നമ്പർ കൂടി വെച്ചിട്ട് അയ്യോ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പണിക്കാരന്റെ നമ്പർ ഒന്ന് വെക്കണ്ടല്ലേ? അത് സാറില്ല, ഞാൻ അടുത്ത് ശരിയായി ചെയ്താൽ മതി. വീഡിയോ അല്ലേ? അത് ഞാൻ ഷെയർ ചെയ്തോണ്ടിട്ടാ. ഹലോ ഹലോ, സുലൈമാനെ പറ. ഓക്കെ, ഞാൻ കണ്ടു. അടിപൊളി. ഞാൻ ലൈക്ക് ഷെയർ കൊടുത്തോളട്ടാ. ഓക്കെ. ഇത് നമ്മുടെ സുലൈമാനിക്കാണല്ലോ. എന്ത് വണ്ടി വില കേസാണോ? ഹലോ, എന്തൊക്കാ? വീഡിയോയാ? അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് ഞാൻ പറയാം. ലൈക്ക് ഷെയർ അല്ലേ? അതൊക്കെ ചെയ്യാം. ഓക്കെ, അടിപൊളിയാക്കാം നമുക്ക്. എല്ലാവർക്കും എത്തിക്കാട്ടാ. ശരി, ഓക്കെ. ഹലോ, അതെ, ഗീത ടീച്ചറാണ്. ഞാൻ കണ്ടു. ഞാൻ ഷെയർ ചെയ്തോളാം. ഞാൻ എല്ലാവർക്കും, എല്ലാ ഗ്രൂപ്പിലും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തോളാം. നിന്നെപ്പോലത്തെ ആളുകൾ മുന്നോട്ട് വന്ന് ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മളെപ്പോലത്തെ ആളുകൾ ഇത് ലൈക്കും ഷെയറും ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അത് കഴിയുന്നത്ര ഞാൻ ലൈക്കും ഷെയറും ചെയ്തിട്ട് അടിച്ചു വിട്ടോളട്ടോ. ഓക്കെ. സുലൈമാനക്ക വീഡിയോ ഇട്ടുണ്ടെന്നോ? ഏതാ, വാട്സപ്പിലാ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനേ ഹോസ്പിറ്റലേഴ്സൊക്കെ നടക്കുന്നുള്ളൂ, ഒരു തിരക്കുണ്ടായിരുന്നേ. ശരി, ഞാൻ കാണാട്ടോ. ലൈക്ക് ചെയ്യാം. ഓക്കെ. ഗ്രൂപ്പിലിട്ട് ലിങ്ക് അല്ലേ? ഞാനേ ഗ്രൂപ്പില് എന്റെ കയ്യിലിട്ട് ഡിലീറ്റ് ആയി പോയി. അപ്പൊ ഞാനൊരു വോയിസ് വിടാം ഗ്രൂപ്പിൽ. ഓക്കെ. ഹലോ, മൊബൈല് ഡബിങ്ങിലാണ്. വന്നേ പറയാനും വിളിച്ചെന്നറിയണം. ശരി, ആയിക്കോട്ടെ, വന്നേ പറയാം. ശരി. ഏത് വീഡിയോ? ഗ്രൂപ്പിലിട്ട വീഡിയോ അല്ലേ? അത് കണ്ടിട്ടില്ല, നോക്കട്ടെ. ഞാൻ ടൈം കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാരണം. ഓക്കെ, ഞാൻ വിളിക്കാം. അതാ സുലൈമാനാണെന്ന്. ഓനിക്ക് വേറെ പണിയൊന്നും ചെയ്ത് 24 മണിക്കൂർ കണ്ടിട്ട് ഷെയർ ചെയ്യാൻ. അപ്പൊ ഇതാണ് നിലവിലെ സ്റ്റാറ്റസ്. സുലൈമാനെ, പറയടാ. ആദ്യമെന്താ എന്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കാതിരിക്കോ? നിങ്ങൾക്ക് എന്താ റഹ്മാൻക്ക ഈ സാധാരണക്കാരെ വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊക്കെ നിൽക്കണം? ഞങ്ങൾക്ക് കാര്യപ്പെട്ട് എത്ര പോലും നല്ല വീഡിയോസ് വരുന്നുണ്ട്, അതൊക്കെ ഷെയർ ചെയ്തോ. ഞങ്ങൾക്ക് അതങ്ങനെയല്ല ഇസ്മായിലെ. നമ്മളിവിടെ നമ്മൾക്കിടയിൽ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളല്ലേ, അവരുടെ വീഡിയോക്കല്ലേ നമ്മൾ ലൈക്ക് അടിക്കുന്നത്. അതേപോലെ വലിയ ബ്ലോഗർമാരിടുന്ന വീഡിയോക്കൊക്കെ തന്നെ നമ്മൾ ലൈക്ക് അടിക്കുന്നത്. അതിന് ഇഷ്ടം പോലെ ആളുകളും അവരാണെങ്കിൽ ഇഷ്ടം പോലെ അതുകൊണ്ട് കാശും ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ലൈക്ക് അടിച്ചു വേണ്ടിയിട്ട് സുലൈമാന്റെ നല്ല നമ്മളെ പ്രാദേശികമായിട്ട് വരുന്ന എല്ലാത്തിനും ലൈക്ക് കൊടുത്തു വരും. ഹലോ, എടാ, കുറെ നേരമല്ലേ വിളിക്കുന്നത്? ഭയങ്കര ബിസിയാണല്ലോ. വീഡിയോ കണ്ടിട്ടാ, ഉഷാറാണ്. നീ അവന്റെ നമ്പർ ഒന്ന് തരുമോ? വീട്ടിൽ ചെറിയൊരു പണി ഉണ്ടായിരുന്നേ. ഓക്കെ, അച്ഛാ.
ഇല്ല ഞാൻ കുറച്ച് തിരക്കില്ല, വേറെ സ്ഥലത്താണ്. ഇത് വീഡിയോ ഷെയർ ചെയ്യും. അത് ശരി. ഇപ്പം നമ്മൾ എവിടെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ആ അത് ശരി. അപ്പം കാക്കയുടെ കുട്ടിക്ക് കാക്ക വലുതാണല്ലേ? മനസ്സിലായില്ലേ? ആ സംഭവം ക്ലിക്കായിട്ടാ. ആ ഒരുപാട് ആൾക്കാർ കണ്ട്, നല്ല വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ ആ കൂടെ നിങ്ങളെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ സ്നേഹം വിളിച്ചിരുന്നെ, അവർ മൂപ്പര് വീട്ടിലൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കലക്കി.